ഭരതൻ്റെ വനയാത്ര. നാളെ പുലർകാലേ പോകുന്നതുണ്ടു ഞാൻ, നാളിക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതീ ദേവിയും നാനാപുരവാസികളും വാത്യരും ആന തേർക്കാലാൾ കുതിരപ്പടയോടും ആനക ശംഖ പടഹവാദ്യത്തോടും സോദരഭൂസുര താപസ സാമന്ത മേദിനീ പാലക വൈശ്യശൂദ്രാദിയും സാദരമാശു കൈകേകിയും ഒഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം. രാമനിഞ്ഞാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ ഭുജിച്ചു ഫസിതവും ആലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജഡപൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. യുദ്ധം ഭരതൻ പറഞ്ഞതു കേട്ട് അവരെത്രയും നന്നെന്നു ചൊല്ലിയിടിനാൻ. ചിത്തേ നിനക്കിത് തോന്നിയതത്ഭുതം, ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ. സാധുക്കളേവം പുകഴ്ത്തുന്നതു നേരം ആദിത്യദേവനുദിച്ചു ഭരതനും ശത്രുഘ്നോടുകൂടെ പുറപ്പെട്ടിതു. തത്ര സുമന്ത്ര നിയോഗേന സൈന്യവും സത്വരം രാമനെ കാൺമാൻ നടന്നിതു. ചിത്തേ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജധാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാൺമാൻ നടന്നിതു. താപസശ്രേഷ്ഠൻ വസിഷ്ഠനും ഭഗ്നിയും താപസവൃന്ദേന സാകം പുറപ്പെട്ടു. ഭൂമി കിളർന്നു പൊങ്ങിയിടും പൊടികളും വ്യോമിനി ചെന്നു പരന്നു ചമഞ്ഞിതു. രാഘവലോകനാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും. ശൃംഗിവേരാഖ്യപുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നു പെരുമ്പട കേകേയപുത്രി സുതൻ പടയോടും ഇഞ്ഞാഗതനായതു കേട്ടു ഗുഹൻ തഥാ ശങ്കിതമാനസനായി വന്നു തന്നെ കിങ്കരന്മാരോട് ചൊന്നാനിതന്നേരം. ബാണചാപാദി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും ഞാനങ്ങു ചെന്നു കണ്ടിപ്പോൾ. വരുന്നതുമുണ്ടു വൈകിടാതെ അന്തികെ ചെന്നു വന്ദിച്ചാൽ അവനുടെ അന്തർഗതം അറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോട് വിരോധത്തിനെങ്കിലോ പോകരുതാരുമിവരിനി നിർണയം. ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം, പദ്ധതിക്കേതും വിഷാദവും കൂടാതെ. യുദ്ധം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചേടിനാൻ. നാനാവിധോപായങ്ങളും കാഴ്ചവച്ചാനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ. ചീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തമാനാരദം. ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവരസോദരം സാനുജം. മാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തഥാ ഭൂമിയിൽ വീണു ഗുഹോഹമിത്യുക്താം. പ്രാണമവും
പ്രണാമവും ചെയ്തു ഭരതനുമന്നേരം ഉദ്ധാപ്യ ഗാഠമാലിംഗ്യ രഘുനാഥ ഭക്തം വയസ്യ മനാമയവാക്യവും ഉക്ത്വാ ഗുഹനോടു പിന്നെയും ചൊല്ലിനാൻ ഉത്തമ പുരുഷോത്തമം സരഗ്നം ഭവാൻ ആലിംഗനം ചെയ്തുവല്ലോ ഭവാനെ. ലോകാലംബന ഭൂതനാകിയ രാഘവൻ ലക്ഷ്മി ഭഗവതി ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കുമിതോർക്ക നീ. ധന്യനാകുന്നിതു ഭുവനത്തിങ്കൽ ഇന്നതിന്നില്ലൊരു സംശയം മത്സഖേ. സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തു നിന്നമ്പോട് കണ്ടിതു രാമനെ നീ അവനെന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തൊന്നു ചൊന്നതും. യാതൊരിടത്തറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടം മുതാ കാട്ടിത്തരികെന്നു കേട്ടു ഗുഹൻ തഥാ വാട്ടമില്ലാത്തൊരു സന്തോഷചേതസ ഭക്തൻ ഭരതനത്യുത്തമനെന്നു തൻ ചിത്തേ നിരൂപിച്ചുടൻ നടന്നിടിനാൻ. എത്ര സുപ്തോ നിശി രാഘവൻ സീതയാം തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൻ. കണ്ടാലുമെങ്കിൽ കുശാസ്ത്രിതം സീതയാ കൊണ്ടൽ വർണ്ണൻ തൻ മഹാശയന സ്ഥലം കണ്ടു ഭരതനും മുക്തബാഷ്പോദകം തൊണ്ട വിറച്ചു സഗദ്ഗതം ചൊല്ലിനാൻ. ഹാ സുകുമാരി മനോഹരി ജാനകി പ്രസാദമൂർധനി സുവർണതൽപസ്ഥലേ കോമളസ്നിഗ്ധ ധവളാംബരസ്തൃതേ രാമേണ ശേദേ മഹാസുഖം സാഗതം. ശേദേ കുശമയവിഷ്ടരേ നിഷ്ഠൂരേ ഖേദേന സീതാ മതിയാഗ്രജന്മജ. മധ്ദോഷകാരണാലെന്നിതു ചിന്തിച്ചു ഇദ്ദേഹമാശു പരിത്യജിച്ചിടുവൻ. കിൽബിഷകാരിണിയായ കൈകേയിതൻ ഗർഭത്തിൽ നിന്നു ജനിച്ചൊരു കാരണം ദുഷ്കൃതിയായതി പാപിയാമെന്നെയും ധിക്കരിച്ചിടിനേൻ പിന്നെയും പിന്നെയും. ജന്മസാഫല്യവും വന്നിതനുജനും നിർമ്മലമാനസൻ ഭാഗ്യവാൻ എത്രയും. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും വ്യഗ്രം വനത്തിനു പോയതവനല്ലോ ശ്രീരാമദാസദാസന്മാർക്കു ദാസനാം. ആരൂഢഭക്തി പൂണ്ടേഷ ഞാനും സദാ നിത്യവും സേവിച്ചുകൊള്ളുവനെന്നാൽ വരും മർത്യജന്മത്തിൻ ഫലമെന്നു നിർണയം. ചൊല്ലു നീ എന്നോടെവിടെ വസതി കൗസല്യ തനയനെവിടേക്കു വൈകാതെ ചെന്നു ഞാനിങ്ങു കൂട്ടിക്കൊണ്ടു പോരുവാൻ എന്നതു കേട്ടു ഗുഹനു മുര ചെയ്താൻ. രാമലക്ഷ്മണന്മാരും സീതയും വനവാസത്തിന് പോയതറിഞ്ഞ ഭരതൻ കുപിതനായി തൻ്റെ അമ്മയോട് ദേഷിക്കുകയാണ്. നാളെ നേരം വെളുക്കുമ്പോൾ തന്നെ ഞാനും ഭവാനും, അതായത് വസിഷ്ഠനും അരുന്ധതി ദേവി അദ്ദേഹത്തിൻ്റെ ഭാര്യയും, അതായത് കൈകേയി ഒഴിഞ്ഞുള്ള മാതൃജനങ്ങൾ എല്ലാ പേരുമായിട്ട് രാമനെ വിളിക്കാൻ പോകുന്നുണ്ട് എന്ന് ഉത്തമന്മാരിൽ അത്യുത്തമനായ രാമനെ ഓർത്ത് ശപഥം ചെയ്യുകയാണ് ഭരതൻ. അങ്ങനെ രാമനെ വിളിക്കാൻ പോകുന്ന ഭരതൻ ഗംഗാനദിയുടെ തീരത്ത് ചെല്ലുകയും അവിടെ കടത്തിറങ്ങുന്ന ഗുഹനെ കാണുകയും ഗുഹൻ സർവ്വതും സമർപ്പിച്ച് ശ്രീരാമചന്ദ്രനെ അന്വേഷിക്കാൻ പോകുന്ന ഇവരെ
ഇവിടെ ഉള്ള ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് വായിച്ചത്.